ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഒരു അരിപ്പൊടി വെച്ച് തയ്യാറാക്കുന്ന ഒരു അടിപൊളി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അരിപ്പൊടി വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്കൊരു 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ള അവിൽ, നമ്മളത് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വെള്ള അവിൽ തന്നെ എടുക്കണം. കാര്യം വെച്ചാൽ വെള്ള അവിൽ എടുത്താൽ മാത്രമേ നമുക്ക് വട്ടയപ്പത്തിന് വെള്ള കളർ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇനി നമുക്കൊരു പഞ്ചസാര 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിനി 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ഇട്ടിട്ട്, പിന്നെ ഏലക്കയുടെ അകത്തുള്ള കുരുവ മാത്രമേ ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ളൂ ഒരു ഫ്ലേവറിന് വേണ്ടി. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ മാവ് അരയ്ക്കുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പക്ഷേ എനിക്കിത് 2 മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് നല്ല പുളിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്തെ ഈ ചൂടൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഈ മാവ് പുളിച്ച് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ഓരോ സ്ഥലത്തെ ചൂടിനനുസരിച്ച് മാവ് പെട്ടെന്ന് പുളിച്ച് നമുക്ക് കിട്ടും. എനിക്കിതായാലും ഒരു 2 മണിക്കൂറിനനുസരിച്ച് ഈ മാവ് എനിക്ക് പുളിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ കൂടുതലുള്ള ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതാണ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ അതാണ് നമ്മളെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ എയർ ബബിൾസ് ഒന്നും പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 മണിക്കൂറിൽ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ മാവ് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ വട്ടയപ്പം തയ്യാറാക്കി എടുക്കണം. നമ്മൾ കൂടുതൽ സമയം മാവ് വെച്ചാലും മാവ് പുളിച്ചു പോകും. പിന്നെ വട്ടയപ്പം കഴിക്കുമ്പോൾ അത്ര നന്നാവില്ല. ഇനി നമുക്കിത് കണക്കത്തൊരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് നെയ്യ് ഞാൻ അവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് തടവി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെയ്യ് തടവി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദോശമാവിൻ്റെ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാൻ. തോനെ കട്ടിയാവരുത്. നമുക്ക് ഒരു തോനെ വെള്ളം ആവരുത്, തോനെ കട്ടിയാവരുത്. അപ്പോഴത്തേക്ക് നമുക്കൊരു മീഡിയം പരുവത്തിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഈ മിക്സ് നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് വെള്ളം ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ പാത്രത്തിലോട്ട് നമ്മൾ തയ്യാറാക്കിയ വട്ടയപ്പത്തിൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളിത് വെക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരിക്കണം തീ വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വരെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും വേണമെങ്കിൽ മുന്തിരിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും വെച്ച് കൊടുക്കാം. ഞാനൊരു മുന്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരെണ്ണം വെച്ച് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇനി ഞാൻ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് വെന്തോന്നൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ വേവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മളെ വട്ടയപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മറ്റേ സ്ക്വയറിൽ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ നമുക്കൊന്ന് ഇൻസെർട്ട് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ ഇവിടെ കുഴപ്പമില്ല, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ നമുക്ക് കിട്ടും. പിന്നെ എനിക്കിത് കണക്കത്ത് ഒരു ചെറുതും കൂടെ ചെയ്യാനുള്ള മാവുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ വട്ടയപ്പം നല്ല തണുത്തതിന് ശേഷമാണ് ഞാനിത് അവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ കൈവശം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡിൽ നിന്നെല്ലാം നല്ലതുപോലെ ഈസി ആയിട്ട് നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പിന്നെ നമുക്ക് നല്ലതുപോലെ തണുത്ത ശേഷം മാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് നല്ല പെർഫെക്റ്റായി എടുക്കാൻ കിട്ടില്ല. ഇതിപ്പോൾ പാത്രത്തിലൊന്നും നമുക്ക് ഒട്ടിപ്പിടിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മളതാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം നമുക്ക് തയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ഇത് നോക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗത്തെല്ലാം നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ അരിപ്പൊടി വെച്ച് ചെയ്യുന്നത് കൊണ്ട് നല്ല എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ. പിന്നെ നമുക്ക് മാവ് പൊങ്ങി വരേണ്ട സമയം മാത്രം മതി നമുക്ക്. അപ്പോൾ അരിമാവ് കൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം.